ടേംസ് ആണ്. നമ്മുടെ എക്സാം നമുക്ക് തകർത്ത് എഴുതാനുള്ളതാണ്. അപ്പൊ നോക്കിക്കോളാം, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യനുമായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. എല്ലാ പ്രാവശ്യവും എക്സാമിന് ഒരു ഡയറി ചോദിക്കാറുണ്ട്. അപ്പൊ ഡയറി എന്ന് പറയുന്നത് ആരുടെ വന്നാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന രീതിയിൽ ഒരു ട്രിക്ക് പറഞ്ഞു തരട്ടെ മിസ്. അതിന് കുറച്ച് ഫോർമാറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഡയറി എന്ന് പറഞ്ഞാൽ വെറുതെ ഇങ്ങനെ എഴുതി വെക്കലല്ല, നല്ല കൃത്യമായിട്ടുള്ള ഒരു ഫോർമാറ്റ് മക്കൾ പഠിച്ചു വെക്കണം. അപ്പൊ ഇനി പിന്നെ ആരുടെ ഡയറി വന്നാലും നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റും അല്ലെ. നോക്കാം, നമ്മൾ ഇതിലെ ഡയറി എഴുതുമ്പോൾ മക്കൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഒരു ബോക്സ് എന്തായാലും വരച്ചിട്ടുണ്ടാവണം. ഡയറി ഒരു ബോക്സ് വരച്ചിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്. പിന്നെ എന്താണ്? നമ്മുടെ ഡേറ്റ് മക്കൾക്ക് ഇഷ്ടമുള്ള ഒരു ഡേറ്റ് എഴുതിക്കോളാം. ഒരു ഡേറ്റ് എഴുതുക അല്ലെ. അത് കഴിഞ്ഞിട്ട് എന്താണ്? ടൈം എഴുതാൻ വേണ്ടി ശീലിക്കണം. ഇനി അങ്ങോട്ട് ടൈം എഴുതി ശീലിക്കണം നമ്മുടെ ഡയറിയിൽ കേട്ടോ. ഓക്കെ, നോക്കുക എന്താണ്? 9 ബജെ. എന്താണ് ബജെ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ല 9 മണി അല്ലെങ്കിൽ 10 മണി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് 9 ബജെ അല്ലെങ്കിൽ 10 ബജെ എന്ന് പറയുന്നത്. 9 മണി എന്ന് പറഞ്ഞിട്ട് എഴുതിക്കോളാം, ടൈമാണ്. അത് കഴിഞ്ഞിട്ട് എന്താണ്? നിങ്ങൾക്ക് ദിവസം എഴുതാം അല്ലെ. ബുധവാർ, സോമവാർ, അങ്ങനെ ഏതെങ്കിലും ഒരു ദിവസം ഒരു ഡേ എഴുതിക്കോളാം. അത് കഴിഞ്ഞിട്ട് മക്കൾ തുടങ്ങേണ്ട രീതിയാണ് മിസ് പറയുന്നത് കേട്ടോ. നോക്കാം, ആജ് കാ ദിൻ മേ ഭൂൽ നഹി സക്താ. ആജ് കാ ദിൻ, ഇന്നത്തെ എന്ത് ദിവസം എന്ത് ചെയ്യാൻ പറ്റില്ല? മേ എന്ന് വെച്ചാൽ എന്താണ്? എനിക്ക് എന്നുള്ള അർത്ഥം കേട്ടോ. മേ അല്ലെങ്കിൽ മുജെ ഭൂൽ നഹി സക്താ. ഭൂൽ നഹി സക്ത എന്ന് വെച്ചാൽ എന്താണ്? മറക്കാനാകില്ല എന്ന് പറയാണ്. എല്ലാ ഡയറിയും എല്ലാ കഥാപാത്രങ്ങൾക്കും അന്നത്തെ ദിവസം മറക്കാൻ പറ്റത്തില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഇങ്ങനെ തന്നെ മക്കൾ എഴുതി വെക്കണം കേട്ടോ. പിന്നെ എന്താണ്? നമ്മുടെ സ്വതവേ 7ാം ക്ലാസ്സിലെ ഹിന്ദി ടെക്സ്റ്റില് നമ്മുടെ എല്ലാ കഥാപാത്രങ്ങൾക്കും സന്തോഷം മാത്രമേ ഉള്ളൂ, സങ്കടമുള്ള കഥാപാത്രങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് മക്കൾ എന്ത് ചെയ്താൽ മതി? സന്തോഷമുള്ള ഡയറി മാത്രം പഠിച്ചു വെച്ചാൽ മതി. അപ്പൊ നോക്കി എന്താണ്? ആജ് ബഹുത് ഖുഷി കാ ദിൻ താ. ഇന്ന് നല്ല, ആജ് എന്ന് വെച്ചാൽ ഇന്ന് അല്ലെ. ബഹുത്ത് എന്ന് വെച്ചാൽ ഒരുപാട്, എന്തായിരുന്നു? സന്തോഷമുള്ള. ഖുഷി എന്ന് വെച്ചാൽ എന്താണ്? ഹാപ്പി ആയ എന്താണ്? ദിവസമാണ്. ദിവസമാണ്, ഹാപ്പി ആയ ദിവസമാണ് എന്നുള്ളതാണ് നമ്മുടെ എന്ത് ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ കഥാപാത്രത്തിന് എന്തൊക്കെ സംഭവിച്ചോ അതൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ ഒരു കുത്തിട്ട ഭാഗത്ത് വെറും കുത്തിട്ട് വെക്കാൻ പാടില്ല. കഥാപാത്രത്തിന് സംഭവിച്ച കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും മക്കൾ എഴുതുക. അതുകൊണ്ട് അവസാനിപ്പിക്കുക എങ്ങനെയാ നോക്കിക്കേ. യഹ് മേരെ ജീവൻ കാ ഏക് അവിസ്മരണീയ ദിൻ താ. ഇത് എന്റെ ജീവിതത്തിലെ, ജീവൻ എന്ന് വെച്ചാൽ ലൈഫിലെ ഒരു അവിസ്മരണീയ എന്താണ്? മറക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ അൺഫോർഗറ്റബിൾ ആയിട്ടുള്ള എന്നുള്ള അർത്ഥം തന്നെയാണ് കേട്ടോ. എന്താണ്? മറക്കാൻ പറ്റാത്ത എന്നുള്ള അർത്ഥം തന്നെയാണ്. മറക്കാൻ പറ്റാത്ത, പഠിക്കാൻ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടാണെങ്കിലും മക്കള് നന്നായിട്ട് പഠിക്കാൻ വേണ്ടി നോക്കുക കേട്ടോ. എന്താണ്? അവിസ്മരണീയ ദിൻത. ഇതിപ്പോ പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇനി അങ്ങോട്ട് ഫുള്ള് ഇത് ഉപയോഗിച്ചാൽ മതി. സുഖമായിട്ട് നിങ്ങൾക്ക് ഹിന്ദിയിൽ ഡയറി എഴുതാൻ പറ്റും കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു എക്സാമ്പിൾ പറഞ്ഞാലോ. ഇത് വെച്ചിട്ട് ഇതേ ഫോർമാറ്റ് വെച്ചിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞാലോ. തന്നിരിക്കുന്ന ഡയറി എന്ന് പറയുന്നത് ആരുടെയാണെന്നറിയോ? നമ്മുടെ നിമ്മിയുടെ ഡയറിയാണ്. നിമ്മിയുടെ ഡയറി. ഓക്കെ, യെസ്. അപ്പൊ മക്കള് എന്ത് ചെയ്യാ? നിമ്മിയുടെ ഡയറി ആണെന്നുള്ള കാര്യം ആലോചിക്കുക. നമ്മുടെ നിമ്മിയുടെ ബർത്ത്ഡേ ആയിരുന്നു അല്ലെ. നിമ്മിയുടെ ബർത്ത്ഡേക്ക് എന്ത് സംഭവിക്കുകയാണ്? നിമ്മിയുടെ ബർത്ത്ഡേക്ക് ഒരുപാട് ഗിഫ്റ്റുകൾ കിട്ടുന്നുണ്ട്. മാത്രമല്ല വിനോദങ്ങൾ അല്ലെ. ഈ വിനോദങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? അവർക്കൊരു സ്പെഷ്യൽ ബർത്ത്ഡേ കാർഡൊക്കെ ആയിട്ട് കൊണ്ടു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ ബർത്ത്ഡേ കാർഡ് കൊണ്ടു കൊടുത്ത സമയത്ത് അതിനുള്ളിൽ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ അവർക്ക് വളരെ സന്തോഷമുള്ള കാര്യമായിരുന്നു അല്ലെ. അന്നത്തെ ദിവസം ഫുൾ അവർക്ക് സന്തോഷമായിരുന്നു. അപ്പൊ അന്നത്തെ ദിവസം നമ്മുടെ നിമ്മിയുടെ ഡയറി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല, അത് ഒന്നുമില്ല, വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എന്തായാലും ഇതിന്റെ മക്കൾ പഠിച്ചു വെച്ചേക്കണം. നിമ്മിയുടെ ഡയറി എങ്ങനെ ഈ ഫോർമാറ്റ് പ്രകാരം നിങ്ങൾ തയ്യാറാക്കും. നമുക്ക് എന്താണ്? നിമ്മിയുടെ ബർത്ത്ഡേക്കിന്റെ അന്നത്തെ അല്ല, ബർത്ത്ഡേ കഴിഞ്ഞിട്ടുള്ള ദിവസം, ഗിഫ്റ്റ് തുറന്ന ദിവസത്തെ ഡയറിയാണ്. ഓക്കെ, നോക്കുക. ആദ്യം നമ്മൾ എന്ത് എഴുതുന്നു? ഡേറ്റ് എഴുതുന്നു, ടൈം എഴുതുന്നു, ഡേ എഴുതുന്നു. അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ്? ശ്രദ്ധിച്ചോളാം. ആജ് കാ ദിൻ, ഇന്നത്തെ ദിവസം മേ ഭൂൽ നഹി സക്ത, എനിക്ക് എന്താണ്? മറക്കാൻ പറ്റില്ല. ആജ് ബഹുത് ഖുഷി കാ ദിൻ താ, ഇന്ന് വളരെ സന്തോഷമുള്ള ദിവസമായിരുന്നു. നിമ്മിക്ക് സന്തോഷമുള്ള ദിവസമായിരുന്നു അല്ലെ. കൽ മേരാ ജന്മദിൻ താ, ഇന്നലെ കഴിഞ്ഞ ബർത്ത്ഡേയിലെ ഗിഫ്റ്റ് ഇന്നാണ് അവൾ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നത്. കൽ എന്ന് വെച്ചാൽ ഇന്നല്ലേ, യെസ്റ്റർഡേ ആണല്ലേ. യെസ്റ്റർഡേ എന്താണ്? എന്റെ ജന്മദിനമായിരുന്നു, എന്റെ ബർത്ത്ഡേ ആയിരുന്നു എന്ന് പറയാണ് അല്ലെ. മുझे തോഫ മില, തോഫ എന്ന് വെച്ചാൽ എന്താണ്? ഗിഫ്റ്റ് ആണ് അല്ലെ. ഗിഫ്റ്റുകൾ എനിക്ക് കിട്ടി എന്ന് പറയാണ്. വിനോദ് അങ്കിൾ അല്ലെ. ഓക്കെ, വിനോദ് അങ്കിൾ, 2 വിനോദ് ഉണ്ട്, നോക്കണം കേട്ടോ മക്കള്. വിനോദ് അങ്കിൾ അല്ലെ. ഈ വിനോദ് അങ്കിൾ എനിക്ക് എന്ത് തന്നു? മുझे एक ബർത്ത്ഡേ കാർഡ് ദിയ. എനിക്ക്, മുझे എന്ന് വെച്ചാൽ എനിക്ക് എന്നുള്ള അർത്ഥം കേട്ടോ. എനിക്ക് ഒരു എന്ത് തന്നു? ഒരു ബർത്ത്ഡേ കാർഡ് തന്നു. ബർത്ത്ഡേ കാർഡ് നമുക്ക് അറിയാം അല്ലെ. ബർത്ത്ഡേ കാർഡ് തന്നു. അപ്പൊ കാർട്ടൂൺ और उसमें तुम जियो हजारों साल, साल के दिन हो 50,000 लिखा था. ओके, इसमें എന്നുകൂടി മക്കൾ എഴുതുട്ടോ. इसमें
അതിൽ എന്നുള്ള അർത്ഥമാണ് കാർട്ടൂണും. പിന്നെന്താണ് അതിൽ തും ജിയോ നീ ജീവിക്കൂ, ഹസാറോ സാൽ 1000 വർഷം വരെ, സാൽ കെ ദിൻ ഹോ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ആ ഒരു ഹെഡിങ് അല്ലെ, നമ്മുടെ പാഠത്തിന്റെ ഹെഡിങ് അതേപോലെ അത് ആലോചിച്ച് മക്കൾ പേടിക്കേണ്ട. അത് എവിടെ ഉണ്ടാവും? നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. പാഠത്തിന്റെ ഹെഡിങ് എന്തായാലും മക്കൾക്ക് തന്നിട്ടുണ്ടാവും. അപ്പൊ അത് അതേപോലെ തന്നെ എടുത്ത് എഴുതിയാൽ മതി. അവിടെ നിങ്ങൾ ബുദ്ധി പ്രയോഗിക്കുക കേട്ടോ. അപ്പൊ നോക്കി എന്താണ് നീ ജീവിക്കൂ, ആയിരക്കണക്കിന് വർഷത്തില് ഓരോ ദിവസം എന്തായിട്ട് മാറട്ടെ? 50,000 ദിവസമായിട്ട് മാറട്ടെ. ഉദ്ദേശിച്ചത് എന്തായിരുന്നു? നമ്മുടെ നിമിമോൾ ഒരുപാട് കാലം ജീവിക്കട്ടെ, അതായത് കുറെ കാലം മരിക്കാതെ ജീവിക്കട്ടെ എന്നുള്ളതല്ല. അവളുടെ പേര്, അവൾ എന്താണ് മരണമടഞ്ഞാലും അവളുടെ പേര് ഇങ്ങനെ ഓർമ്മിക്കുന്നതാവട്ടെ. നമ്മുടെ ഗാന്ധിജി, മദർ തെരേസയൊക്കെ പോലത്തെ ഓർമ്മിക്കുന്നതായി മാറട്ടെ. എത്ര കാലം നമ്മുടെ ഭൂമി ഉണ്ടോ അത്രയും കാലം അവളുടെ പേര് ആലോചിക്കുന്നത് പോലെ ആവട്ടെ. അങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലെ. അപ്പൊ നോക്കി എന്താണ് അങ്ങനെയായിരുന്നു എന്റെ ബർത്ത്ഡേ കാർഡിൽ എഴുതിയിട്ടുണ്ടായിരുന്നത് എന്ന് പറയാണ്. എന്നിട്ടോ ദാദാ മുझे इसका अर्थ समझाया. പക്ഷെ അവൾക്ക് പെട്ടെന്ന് ഇത് വായിച്ചപ്പോ മനസ്സിലായില്ല അല്ലെ. അപ്പൊ നമ്മുടെ നമ്മുടെ ദാദാജി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇസ്ക അതിന്റെ അർത്ഥ സമജായ. സമജായ എന്ന് വെച്ചാൽ എന്താണ്? മനസ്സിലാക്കി തന്നു. എന്താണ്? മനസ്സിലാക്കി തന്നു എന്ന് പറയാണ്. അതിന്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കി തന്നു. മുझे वह ബർത്ത്ഡേ കാർഡ് बहुत पसंद आया. എനിക്ക് ആ ഒരു ബർത്ത്ഡേ കാർഡ് बहुत ഒരുപാട് പസന്ത് ആയ എന്താണ്? ഇഷ്ടപ്പെട്ടു എന്ന് പറയാണ് അല്ലെ. മേരെ ജീവൻ കാ നമ്മുടെ ലാസ്റ്റ് എഴുതുന്ന സാധനം എന്തായിരുന്നു? നമ്മൾ പറഞ്ഞതാണ് ഇതെന്റെ ജീവിതത്തിൽ എന്തായിരുന്നു? അവിസ്മരണീയ ദിൻ, മറക്കാൻ പറ്റാത്ത ദിവസമായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡയറി അങ്ങ് കൺക്ലൂഡ് ചെയ്തോളാം. ഇങ്ങനെയാണ് ഒരു ഡയറി വന്നാൽ എഴുതേണ്ടത്. ഏത് കഥാപാത്രത്തിന്റെ ഡയറി വേണമെങ്കിലും വരാം. അപ്പൊ മക്കൾ ഏത് ഡയറി വന്നാലും ഇനി പേടിക്കരുത്. ഈ ഒരു ഫോർമാറ്റ് വെച്ച് ഒരു ഏകദേശ ഐഡിയ വെച്ചിട്ട് എഴുതിയാൽ മതി. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ വെച്ച് എഴുതാം. ഇത് ഈ ഫോർമാറ്റ് എഴുതിയാൽ തന്നെ മക്കൾക്ക് കുറച്ച് മാർക്ക് കിട്ടും. എന്തെങ്കിലും എഴുതാൻ ശ്രമിച്ചു എന്നുള്ളതിൽ എന്തെങ്കിലും മാർക്ക് കിട്ടും കേട്ടോ. അപ്പൊ ഡയറി പഠിക്കാതെ ഒരാളും പോകാൻ പാടില്ല. ഡയറി ഒക്കെ പഠിച്ചാൽ നമുക്ക് മാർക്ക് കിട്ടും. അപ്പൊ നാളത്തെ എക്സാം നന്നായിട്ട് എന്റെ മക്കളെ എഴുതിക്കോളാം കേട്ടോ. ബൈ ബൈ.